നമസ്കാരം. നമ്മൾ സെവൻത്ത് ഹൗസിനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ആത്മീയമായ വളർച്ചയ്ക്ക് സെവൻത്ത് ഹൗസ് എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളത്, സ്പിരിച്വൽ വ്യൂ പോയിൻ്റ് സെവൻത്ത് ഹൗസുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പം അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആത്മീയ വളർച്ചയ്ക്ക് ഏഴാം ഭാവം എങ്ങനെയാണ് നിർണായകമാവുന്നത് എന്നുള്ളത് നോക്കാം. ഞാനിത് പറയുന്നതിന് മുമ്പ് ഇപ്പം ഈ അടുത്ത സമയത്തെങ്ങാനും റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായി തമ്മിലടിച്ച് വലിയൊരു ട്രോമയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്കുള്ളതല്ല ഈ വീഡിയോ. അത് കഴിഞ്ഞ് ആ ട്രോമാറ്റിക് എക്സ്പീരിയൻസിലൂടെ കടന്നുപോയി ഒന്ന് സ്വസ്ഥമായി ഇരിക്കുകയും അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെ കുറച്ചെങ്കിലും മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ എനിക്ക് ഈ ബന്ധം വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്കാണിത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, ട്രോമാറ്റിക് എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുമ്പം ബന്ധങ്ങളുടെ വേർപാട് എന്ന് പറയുന്നത്, ഒരു ബന്ധം വേർപെടുക, ബന്ധങ്ങൾ മുറിയുക, ബന്ധങ്ങളിൽ ചതിക്കപ്പെടുക, ബന്ധങ്ങൾ ചതിക്കുകയായിരുന്നു എന്നുള്ള, അത് പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതം അല്ല റിലേഷൻഷിപ്പിലൊക്കെ അങ്ങനെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുത്ത വേദനയാണ്. കടുത്ത വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രെയിൻ ഫോഗ് ഉണ്ടാവും. ഒരുപാട് മനുഷ്യർ നശിച്ചു പോയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ പറയുന്ന വിഷയം. ഒരുപാട് കഴിവുള്ള, ഒരുപാട് നല്ല രീതിയിൽ വളരേണ്ട ഒരുപാട് മനുഷ്യർ നശിച്ചു പോകാൻ കാരണമായിട്ടുള്ളൊരു കർമ്മഫലം വരുന്ന ഒരു ഏരിയയാണ് സെവൻത്ത് ഹൗസ്. അതെന്താണെന്ന് ചോദിച്ചാൽ, അച്ഛനമ്മമാർ മരിച്ചാൽ, അച്ഛനോളോ അമ്മയോളോ നമ്മളെ കുഞ്ഞുനാളത് ഓർമ്മയില്ലാത്ത പ്രായത്തിലത് ചോര കുഞ്ഞുങ്ങളെ കാണുമ്പോൾ മനസ്സിലാവും. അതിനെ കൊണ്ട് നടന്ന് അവരുടെ ഇല്ലായ്മകളിലും വല്ലായ്മകളിലും അവരുടെ തിരക്കുകളുടെ ഇടയിൽ നമ്മളെപ്പോലെ തന്നെയാണ് അവരും അവരുടെ ചെറുപ്പത്തിലാണ്. അപ്പം നമ്മളുടെ പല കാര്യങ്ങളും നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇപ്പോൾ മാറ്റി വെക്കുമ്പോൾ, സാക്രിഫൈസ് ചെയ്യുമ്പോൾ, അതുപോലെ ആയിരിക്കില്ല അവരുടെ കാലഘട്ടങ്ങളിൽ അവരത് ചെയ്തിട്ടുള്ളത്. ആ കുഞ്ഞ് കരയുമ്പോഴാണെങ്കിലും, ബേളം വെക്കുമ്പോഴാണെങ്കിലും, ഒറ്റപ്പെട്ടിരിക്കുമ്പോഴാണെങ്കിലും, സ്വന്തം കുഞ്ഞിനെ കാണാതിരിക്കുമ്പോഴാണെങ്കിലും ഒക്കെ ആ ഒരു വെപ്രാളം നമുക്ക് വരുമ്പം, പനിയായിട്ടിരിക്കുമ്പോഴും ആശുപത്രി കൊണ്ടുപോകുമ്പോഴും ഒക്കെ ആ ഒരു നിസ്സഹായത കാണുമ്പോൾ ഇതുപോലുള്ള പല അവസ്ഥകളിലൂടെ ആയിരിക്കുമല്ലോ നമ്മളും കടന്നു പോയിട്ടുള്ളത്. പലപ്പോഴും അങ്ങനെ അച്ഛനമ്മമാരുടെ ബന്ധങ്ങളെ തിരിച്ചറിയുന്നത് നമ്മൾ അതുപോലെയാണ്. അപ്പോൾ അത്രയും ഗാഢമായിട്ടുള്ള ബന്ധമാണ് അച്ഛനും അമ്മയും തമ്മിൽ. ആ ബന്ധത്തിൽപ്പെട്ടവർ പോലും, ഇപ്പം അച്ഛനോ അമ്മയോ മരിച്ചു എന്ന് കരുതി അത്യപൂർവമായിട്ടാണ് ആൾക്കാർ മരിക്കുകയോ ആത്മഹത്യ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത്. പക്ഷേ പ്രണയബന്ധത്തിലോ വൈവാഹിക ജീവിതത്തിലോ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കാരണം ആത്മഹത്യ ചെയ്യുന്ന എത്രയോ പേരുണ്ട്, പ്രഷർ താങ്ങാൻ വയ്യാതെ. ആണുങ്ങൾ കൂടുതലുമാണ്. ഇതെടുത്ത് കഴിഞ്ഞ് ചില ആർട്ടിക്കിളൊക്കെ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ആണുങ്ങളാണ് അതിൻ്റെ സൂയിസൈഡിൻ്റെ ഇതിൽ. അങ്ങനെ ബന്ധങ്ങളിലുണ്ടാവുന്ന വിള്ളൽ കൊണ്ടുകളൊക്കെ ഉണ്ടാവുന്ന, ചതിക്കപ്പെട്ട് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു വീഴ്ച, നിസ്സഹായത, ഒറ്റപ്പെടൽ, തന്നെ ഒന്നിനും കൊള്ളില്ല എന്നുള്ള തോന്നൽ സ്ത്രീകൾക്ക് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഒരവസ്ഥ. ഹൃദയഭേദകമായിട്ടുള്ള ഒരു ജീവിതത്തിനുള്ളിലെ മരണതുല്യമായിട്ടുള്ള, താൻ ഇന്നലെ വരെ വിശ്വസിച്ചിരുന്ന, തൻ്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ് ആയിരുന്ന, തന്നെ ഒരിക്കലും ചതിക്കില്ല എന്ന് വിശ്വസിച്ചിരുന്ന, തൻ്റെ പാർട്ടായിരുന്ന, ഞാൻ അവനിലൂടെയോ അവളിലൂടെയോ കണ്ടെന്ന് വിശ്വസിച്ചിരുന്ന ആളിൽ നിന്നും ഉണ്ടാകുന്ന ഷോക്കിംഗ് എക്സ്പീരിയൻസ്. അത് പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കുറച്ച് പാടായിരിക്കും. ചിലപ്പം ആ എക്സ്പീരിയൻസ് കഴിഞ്ഞ് ചിലപ്പോൾ അവർ സൈലൻസിലേക്ക് അങ്ങ് പോകും. അവർ മിക്കവാറും പ്ലാനിങ്ങിലായിരിക്കും, സൈലൻസിലേക്ക് പോകും. ആ സമയത്തുണ്ടാകുന്ന ആ വെപ്രാളങ്ങളും ഇതുമൊക്കെ ആ ഒരു സമയത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ് നിങ്ങളെന്നെങ്കിൽ, ഇത് കാണുന്ന ആൾക്കാരിലുണ്ടെങ്കിൽ അവർക്കുള്ളതല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി മഴയാണ്, വെറുതെ
എന്നെ ചീത്ത വിളിച്ച് തുമ്പിക്കാൻ നിൽക്കേണ്ട, ഓൾറെഡി മഴയായിരിക്കും, മഴയുണ്ടല്ലോ, അപ്പോൾ എനിക്ക് ഓൾറെഡി മഴ നനഞ്ഞാൽ തുമ്മൽ വരും. അപ്പോൾ വെറുതെ എന്നെയും എൻ്റെ വീട്ടിലിരിക്കുന്നവരെയും ഇത് കേട്ടിട്ട് ചീത്ത വിളിക്കേണ്ട. കാരണം അത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുമ്പോൾ ഇതുകൂടെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് ഫിലോസഫിയും കൊണ്ട് വന്നിരിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ചീത്ത വിളിക്കും. ഇതാ അവസ്ഥയൊക്കെ കഴിഞ്ഞ്, അല്ലെങ്കിൽ ജീവിതത്തിൽ ഞാൻ പറഞ്ഞ പോലെ ചെറിയ ചെറിയ പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ബന്ധം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ എന്നുള്ളൊരവസ്ഥ, അല്ലെങ്കിൽ പരാജയപ്പെട്ടെങ്കിലും അതിൽ നിന്ന് കരകയറി വരുമ്പോൾ എങ്ങനെയെങ്കിലും ഇത് ഭംഗിയായിട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അതിനെ എങ്ങനെ സ്പിരിച്വലായിട്ട് ഈ എക്സ്പീരിയൻസുകളെ കാണാം എന്നുള്ളതാണ്, ഒരു സ്പിരിച്വൽ വ്യൂ പോയിൻ്റാണ് ഞാനിതിലൂടെ പറയാൻ ശ്രമിക്കുന്നതും. ഈ ഒരു കാര്യം ഞാൻ ഒരുപാട് പേരിലേക്ക് പറഞ്ഞു കൊടുക്കുകയും ട്രൈ ചെയ്യുകയും ചെയ്തപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ 7th ഹൗസിൻ്റെ ഒരിത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ കുട്ടികളിലായാലും ആരെങ്കിലും ആ 7th ഹൗസ് അങ്ങനെ കുട്ടിക്കാലത്ത് ജാതകം എഴുതുന്നത് അതിനൊക്കെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ദാമ്പത്യ ദുരിത യോഗം ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കിയാൽ ആ രീതിക്കനുസരിച്ച് അവരെ മോൾഡ് ചെയ്തെടുക്കാൻ രക്ഷകർത്താക്കളും ശ്രമിച്ചാൽ ഒരു പരിധി വരെ അവർക്കതിനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. പലപ്പോഴും ഞാനതിന് ശ്രമിച്ചിട്ട് കുറേ ആൾക്കാരുള്ളത് മാറ്റം വരുത്താൻ, കുറച്ചൊക്കെ, എല്ലാവരെയും പറ്റുമെന്നൊന്നുമല്ല, കുറച്ചൊക്കെ കുറേ ആൾക്കാരുടെ മാറ്റം വരുത്താൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് അവർ വിളിച്ച് പറയുമ്പോൾ ഒരുപാട് മാറി സാർ. ഞാൻ ആ പറഞ്ഞ രീതിക്ക് അനുസരിച്ചൊക്കെ ശ്രമിച്ചപ്പോൾ കുറേയൊക്കെ മാറ്റങ്ങളുണ്ട്, കുറേയൊക്കെ പ്രശ്നങ്ങൾ എന്ത് തന്നെയായിരുന്നു, ഇതൊക്കെ വാസ്തവത്തിൽ എനിക്ക് കിട്ടേണ്ടതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. പലപ്പോഴും നമ്മൾ കുറേ കാലം കഴിഞ്ഞ് ചിന്തിക്കുമ്പം പലതും നമുക്ക് കിട്ടേണ്ടത് തന്നെ ആയിരുന്നു, നമ്മുടെ കർമ്മഫലം തന്നെ ആയിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പം അതിൻ്റെ ഒന്നാമത്തെ പോസിറ്റീവ്, അതായത് ആത്മീയതയിലേക്കുള്ള വളർച്ചയിൽ 7ാം ഭാവം സ്വാധീനിക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം അഹംഭാവത്തിൽ നിന്നുമുള്ള മോചനമാണ്. മൂവിങ് എവേ ഫ്രം ഈഗോ. അഹം, ഞാൻ ലഗ്നമാണ്. ഞാൻ എന്നുള്ള ബോധം, രവിയാണതിൻ്റെ കാരകൻ. അപ്പോൾ ആ ഞാൻ എന്നുള്ള ബോധം, എനിക്ക് എൻ്റേത് ഞാൻ എന്നുള്ള ബോധം മറികടന്നാൽ മാത്രമേ ആത്മീയത അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി, റിലീജിയസ് അല്ല കേട്ടോ, റിലീജിയനുമായിട്ട് ഇതിന് ഒരു ബന്ധവുമില്ല. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന അതിൻ്റെ ആദ്യ പടിയിലേക്ക് കയറാൻ പറ്റും. അഹംഭാവത്തെ മറികടക്കുന്നതാണ് സ്പിരിച്വാലിറ്റിയിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. അതിന് ഹൃദയഭേദകമായിട്ടുള്ള തൻ്റെ ഞാൻ എന്നുള്ള ബോധം, തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന തല വെട്ടുന്ന അവസ്ഥ വരണം. അതായത് ഞാൻ ഒന്നുമല്ല എന്നുള്ളത്, ഞാൻ എൻ്റേത് എനിക്കെന്നുള്ള വികാരം വരുന്നത് കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക് എന്ന് പറയുന്ന ഈ 5 ഇന്ദ്രിയങ്ങളിൽ നിന്നുമുള്ള നമ്മുടെ ഇൻഫർമേഷൻസ് കൊണ്ടും നമ്മുടെ വിശ്വാസം കൊണ്ടും നമ്മുടെ എല്ലാം കൊണ്ടുമാണ്, നമ്മുടെ കോൺഫിഡൻസും നമ്മുടെ കഴിവുകൊണ്ടും അറിവ് കൊണ്ടും ഒക്കെയാണ് പറയുന്നത്. അതായത് വാളാകുന്ന ജ്ഞാനം കൊണ്ട് വെട്ടിയിടുന്ന ഒരവസ്ഥയാവും. ഇപ്പം ഒന്നുമല്ലാതാവുമ്പോൾ ഇതുപോലെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വളരെ വലിയൊരു കുഴിയിലേക്ക് വീഴുന്ന പോലെ അവിടുന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. കരയും, സങ്കടപ്പെടും, നിസ്സഹായത വരും, തന്നെ ഒന്നിനും കൊള്ളില്ല എന്നുള്ള അവസ്ഥ വരും, താൻ ഒന്നിനും പറ്റാത്ത ആളാണെന്ന് മനസ്സിലാവും, സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടും, ഒന്നിനും പറ്റാത്ത അവസ്ഥ വരും, വിറയ്ക്കും, താൻ അതുവരെ കണ്ടിരുന്ന ലോകത്തെ വേറൊരു രീതിയിൽ കാണാൻ തോന്നും, സ്വയം വെറുപ്പ് തോന്നും, എല്ലാവരോടും വെറുപ്പ് തോന്നും, ദേഷ്യം തോന്നും, നിസ്സഹായത വരും. ഒന്ന് വലിഞ്ഞു കയറാൻ, ഒന്ന് ജീവിതത്തിലേക്ക് പിടിച്ചു കയറാൻ വേണ്ടി പല വഴികൾ നോക്കും, ചിലപ്പോൾ പല ബന്ധങ്ങൾ ശ്രമിച്ചു നോക്കിയെന്നിരിക്കും. ഒന്നിനും കഴിയാതെ നിസ്സഹായനായി കിടക്കുന്ന ഒരവസ്ഥ വരും. ആ അവസ്ഥയിൽ ഈഗോ സെൽഫ് സറണ്ടർ ചെയ്യുന്നൊരവസ്ഥ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് കയറി വരുമ്പം അവനവനെ സ്നേഹിച്ചു തുടങ്ങും. അത് സെൽഫിഷ്നെസ് കൊണ്ടുള്ള സ്നേഹമല്ല, ശരിക്കുള്ള സ്നേഹം വരും. ആ സ്നേഹത്തിൻ്റെ റിഫ്ലക്ഷനായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കാൻ തുടങ്ങും. മറ്റുള്ളവരുടെ വീഴ്ചകൾ കാണുമ്പോൾ താൻ ഇതുപോലൊരു വീഴ്ചയിലൂടെ കടന്നു വന്നതാണെന്നുള്ള തോന്നൽ വരും. എമ്പതി വർക്ക് ചെയ്യും, അനുകമ്പ വരും, ഗ്രാറ്റിറ്റ്യൂഡ് വരും. അവർക്ക് വേണ്ടി, തൻ്റെ ചുറ്റുപാട് നിൽക്കുന്നവർക്ക് വേണ്ടി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവും.
സ്വാഭാവികമായിട്ടും അങ്ങനെ വരുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുമ്പോൾ ബന്ധങ്ങളുടെ മൂല്യം മനസ്സിലാകുകയും ചെയ്യും. അപ്പം 7-ാം ഭാവം അതിനുള്ളൊരു അവസരമായിട്ട് കാണുകയും ചെയ്യുക. കാർമിക് ഡെപ്റ്റ്, പൂർവജന്മത്തിലെ പ്രാരാബ്ധങ്ങളിൽ നിന്നും കരകയറാനുള്ള പല റേഞ്ചിൽ ഇത് പലർക്കും വരും. ഒരുപാട് മില്യൺസ് ഓഫ് പോസിബിലിറ്റീസാണ് ഇതിനകത്ത്. അവരവർക്ക് ഏത് രീതിയിലാണോ വരുന്നത് അതിനനുസരിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് അതിൽ നിന്ന് കരകയറി സ്പിരിച്വാലിറ്റിയിലേക്കുള്ള യാത്രയ്ക്കുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കാണുക. രണ്ടാമത്തത് ത്യാഗവും സേവനവുമാണ്. ഒരു യഥാർത്ഥ ബന്ധത്തിൽ സ്വന്തം സുഖത്തെക്കാട്ടിലും തൻ്റെ ഫാമിലിയുടെ സുഖത്തിന് പ്രാധാന്യം നൽകേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് ദാമ്പത്യ ജീവിതത്തിൽ. അല്ലാതെ നീ കുക്ക് ചെയ്തു അതുകൊണ്ട് നീ തുണി മടക്കി വെക്കണം, അല്ലെങ്കിൽ ഞാൻ കുക്ക് ചെയ്തു അതുകൊണ്ട് നീ തുണി മടക്കി വെക്കണം, ഞാൻ ഇന്ന് മോളെ കുളിപ്പിച്ചത് കൊണ്ട് നീ വൈകിട്ട് മോനെ കുളിപ്പിക്കണം. ആ ഇക്വാലിറ്റി ഒന്നും പൊളിറ്റിക്കലി വർക്ക് ചെയ്യുമായിരിക്കും, വീട്ടിൽ വർക്ക് ചെയ്യില്ല. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, എൻ്റെ അമ്മ അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇരുന്ന് പറയുമെന്ന്. അപ്പോൾ പണ്ട് എന്നോടൊപ്പം ഇപ്പോൾ പെങ്ങളും അനിയത്തിയുണ്ട്. അപ്പം അവളൊരു 20-22 വയസ്സ് വരെയൊക്കെ ഇപ്പം ഞാനായിരിക്കും അമ്മയോട് അമ്പലത്തിൽ പോകുന്നത്, അമ്മയുടെ കാര്യങ്ങളിലൂടെ ഒക്കെ പോകുന്നതും ഒക്കെ പെങ്ങൾ വീട്ടിൽ തന്നെയാണ്. അപ്പം അവൾ വണ്ടി പഠിച്ച് ഓടിച്ചു തുടങ്ങി, കോളേജിലൊക്കെ പോയി തുടങ്ങിയപ്പോൾ മുതലാണ് അമ്മയുമായിട്ട് പുറത്ത് പോകുന്നതൊക്കെ. എന്നാലും കൂടുതൽ സമയം ഞാനുമായിട്ടായിരുന്നു. അപ്പം അന്ന് അവൾ കോളേജിൽ പോകാൻ എണീക്കുന്നതിന് 8 മണിക്കാണ്. ആ ആൾ ഇന്ന് കല്യാണം കഴിച്ച് കുട്ടിയൊക്കെ ആയിക്കഴിഞ്ഞപ്പം കുട്ടിയോടൊപ്പം ഏത് സമയത്തും കുഞ്ഞ് കരഞ്ഞാൽ, കുഞ്ഞിന് ബുദ്ധിമുട്ട് വന്നാൽ അപ്പോൾ എണീക്കുക, അതിന് വേണ്ടത് ചെയ്ത് കൊടുക്കുക, അതോടൊപ്പം തന്നെ ജോലിക്ക് പോവുക, ഇതെല്ലാം ഒരുമിച്ച് ചെയ്യുന്ന കാണുമ്പം ഒരു കാലത്ത് അമ്മ എന്ത് ചെയ്തിരുന്നു, അല്ലെങ്കിൽ ആൻറ്റിമാരെന്ത് ചെയ്തിരുന്നു, അമ്മായിമാരെന്ത് ചെയ്തിരുന്നു, അപ്പച്ചിമാരെന്ത് ചെയ്തിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ ബന്ധുക്കളിൽ ഒക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരെന്ത് ചെയ്തിരുന്നു, അത് തന്നെ ഇവർ ആവർത്തിക്കുമ്പം കൊച്ചു കുഞ്ഞുങ്ങൾ വരുന്നു, അവരുടെ കളികൾ കാണുന്നു, അവരെ സ്നേഹിക്കാൻ നമുക്ക് തോന്നുന്നു. അപ്പോൾ അവരെ വഴക്ക് പറയുന്നു, അവരെ കാണുന്നു. ആ ഒരു വേറൊരു രീതിയിലേക്ക് വരുമ്പം അവരവരുടെ ആ 8 മണി വരെ കിടന്നിരുന്ന ആൾ 5 മണിക്ക് തന്നെ ചാടി എണീക്കുന്നു, കുഞ്ഞുങ്ങളെ സ്കൂളിൽ ഒരുക്കി വിടുന്നു. അപ്പോൾ അത് എൻ്റെ വീട്ടിലും ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ വൈഫിൻ്റെ ആണെങ്കിൽ അവരുടെ കുട്ടിക്കാലമൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ, എൻ്റെ കൂടെ വന്ന സമയം മുതലുള്ള കാര്യം കാണുന്നുള്ളൂ. പക്ഷേ കുട്ടിക്കാലം മുതൽ കാണുന്ന ആളിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ വരുമ്പം തൻ്റെ വീടിന് വേണ്ടി, പങ്കാളിക്ക് വേണ്ടി മാറ്റം തിരിച്ചും. അതുപോലെ ആൺകുട്ടികളും പലയിടത്തും സുഹൃത്തുക്കളുമായി കറങ്ങി നടന്നിരുന്നവർ, പല പല കാര്യത്തിന് വേണ്ടി പോയിരുന്നവർ, വീടിൻ്റെ പ്രാരാബ്ധങ്ങളുമേറി പണ്ട് അച്ഛനൊക്കെ ചെയ്തിരുന്ന അല്ലെങ്കിൽ ചെയ്തിരുന്ന ഒരുപാട് പേര്, പെൺകുട്ടികൾ ഒരുപാട് പേര് വീടിൻ്റെ പ്രാരാബ്ധങ്ങൾ ഏൽക്കുന്നുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല പറയുന്നത്. എന്നാൽ പോലും ഈ പെൺകുട്ടിക്ക് ഇന്നും ഒരു ജോലി ഇല്ലെങ്കിൽ വിവാഹം നടക്കും, ആൺകുട്ടിക്ക് പാടാം. സാർ ജോലിയില്ല, ഫിനാൻഷ്യലി സെറ്റിലായില്ല എന്ന് അവരാദ്യം പറയും. ഒരാൺകുട്ടി ഫിനാൻഷ്യലി സെറ്റിലായാൽ, അവന് സാമ്പത്തിക സ്ഥിതി ആയാൽ അവന് സമൂഹത്തിൽ ഒരു വിലയാണ്. ഒരു പെൺകുട്ടിക്ക് ജോലിയൊക്കെ ആയ കല്യാണം ഓക്കെ ആണല്ലോ എന്ന് പറയാം, അല്ല അവൾ വേണേൽ കല്യാണം കഴിച്ചാൽ മതി, അല്ലെ ഫാമിലി വേണേൽ ചെയ്താൽ മതി. പക്ഷെ അതൊരോരുത്തരുടെ ഇഷ്ടം. ഞാൻ എപ്പോഴും ഈ ഒരു മോഡേൺ സൊസൈറ്റിയുടെ ഒരു ഫാമിലിയെ വേണ്ട എന്നുള്ള ഒരു രീതിയിലൂടെ എനിക്കത്ര യോജിപ്പില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെപ്പോഴും തലമുറകളും അടുത്ത തലമുറകളുണ്ടാവുന്നതിനോടും ഈ സംസ്കാരം മുന്നോട്ട് പോകുന്നതിനോടും നല്ലൊരു സൊസൈറ്റിയും പലതരത്തിലുള്ള കമ്മ്യൂണിറ്റീസും പല ആൾക്കാരും പല കലാരൂപങ്ങളും ഉത്സവങ്ങളും ഫ്രണ്ട്സിൻ്റെയൊക്കെ ഗ്യാതറിങ്ങുകളും അങ്ങനെ ഒരു സൊസൈറ്റിയായിട്ട് ചേർന്ന് കാണുന്നതാണ് എനിക്കെപ്പോഴും ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ആ ഒരു വ്യൂ പോയിന്റിൽ ഇതിനെ ചിന്തിക്കത്തുള്ളൂ. കല്യാണം കഴിക്കാതെ ഇരുന്നാൽ എന്താ പ്രശ്നം, ജീവിക്കാൻ പറ്റില്ല, പറ്റും. കല്യാണം വേണം എന്നൊന്നുമില്ല. കല്യാണം കഴിച്ചവരെല്ലാം നല്ല ഹാപ്പി ആയിട്ടാണോ ജീവിക്കുന്നത്? ഒരിക്കലുമല്ല. രണ്ട് പൂർണ്ണരല്ലാത്ത 2 പേർ ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നും അങ്ങ് ഹാപ്പി ആവണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രണയ ജീവിതവുമായിട്ട് ഒരിക്കലും വിവാഹ ജീവിതത്തെ കമ്പയർ ചെയ്യാനേ പാടില്ല. അവിടെ രോഗങ്ങളുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഡയറക്റ്റല്ല, ചിലപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര സ്നേഹമായിരിക്കും, പക്ഷെ അവർ തമ്മിൽ ഒരുമിച്ചിരിക്കാൻ സമ്മതിക്കാത്ത ചിലപ്പോൾ ഭർത്താവിൻ്റെ വീട്ടുകാരായിരിക്കാം, ചിലപ്പോൾ ഭാര്യയുടെ വീട്ടുകാരായിരിക്കാം. ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്
ഞാൻ എൻ്റെ കൺസൾട്ടേഷനിൽ കണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പലപ്പോഴും ഭാര്യാഭർത്താക്കന്മാരുടെ തമ്മിൽ വലിയ പ്രശ്നമില്ലാത്തതിന് പ്രശ്നമുണ്ടാക്കുന്ന കുറേ അമ്മമാരുണ്ട്, അല്ലെങ്കിൽ അച്ഛന്മാരുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പ്രായമായി വരുമ്പോഴത്തേക്ക് ഇവരുടെ ഒരു ഇൻസെക്യൂരിറ്റി കാരണം, പ്രത്യേകിച്ച് പെൺമക്കളിൽ ഇൻസെക്യൂരിറ്റി കാരണം ഇവർ ബന്ധങ്ങൾ തല്ലിത്തെറിപ്പിച്ചിട്ട് മകനെയോ മകളെയോ തന്നെ നോക്കുന്ന രീതിയിൽ പൈസ കാണും ഇഷ്ടം പോലെ. ഇപ്പം നമുക്ക് നോക്കിക്കോളാം, നമ്മുടെ പ്രശ്നമല്ല പോയാലും കുഴപ്പമില്ല, അവർ ആ ഒരു ഗ്യാപ്പ് ഇട്ട് നിർത്തുന്ന ഒരുപാട് പ്രതിഭാസങ്ങൾ നമ്മുടെ നാട്ടിൽ കാണാം. അത് പലയിടത്തും പല അഡ്വക്കേറ്റ്സൊക്കെ സംസാരിക്കുന്ന സമയത്ത് വീഡിയോസിലാണെങ്കിലും നമുക്കറിയാവുന്നവരാണെങ്കിലും ചില വീഡിയോസൊക്കെ ഇരുന്ന് നമ്മളറിയാതെ നമ്മൾ കാണുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ കാണുന്ന സമയത്തുമൊക്കെ നമുക്കതിനകത്ത് പല ഫാമിലി കോർട്ടിലെ അഡ്വക്കേറ്റ്സിൻ്റെയൊക്കെ പറയുന്നത്, പലപ്പോഴും അവർക്ക് കൗൺസിലിങ്ങിന് വരുമ്പോഴൊക്കെ അവർക്കൊരു കുഴപ്പമില്ല. പലപ്പോഴും ഇവരെ ചിന്നിച്ചിതർപ്പിക്കുന്നത് വീട്ടിലുള്ളവർ തന്നെയായിരിക്കും. വീട്ടിലുള്ളവരുടെ പ്രശ്നം കാരണമായിരിക്കും പലപ്പോഴും ബുദ്ധിമുട്ടുകൾ വരുന്നത്. അങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകൾ വരാം. പക്ഷെ അവിടെ ഒരു യഥാർത്ഥ ബന്ധം, കുടുംബജീവിതം നന്നായിട്ട് പോകണമെങ്കിൽ പങ്കാളിയുടെ സുഖത്തിന് പ്രാധാന്യം നൽകേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. ത്യാഗമനോഭാവമാണ് ഏത് മേഖലയിലും വളർച്ചയുണ്ടാക്കുന്നത്. അത് കുടുംബജീവിതത്തിലാണെങ്കിലും സ്പിരിച്വാലിറ്റിയിലാണെങ്കിലും പ്രൊഫഷണലിലാണെങ്കിലും അതില്ലെങ്കിൽ ഷോർട്ട് കട്ട്സും ഉടായ്പും ഫൈൻഡ് ചെയ്യുന്നവർക്ക് ഒരിക്കലും സമാധാനം, സന്തോഷവുമായിട്ടുള്ളൊരു സക്സസ് ഉണ്ടാവില്ല. കാരണം ബാഹ്യമായിട്ടുണ്ടാവും, ചിലപ്പം അങ്ങനെ വളഞ്ഞ് ആസുരീയമായ വഴികളിലൂടെ പോയാൽ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ടാകും. ചിലപ്പോൾ ഫാമിലി ഉണ്ടാകും, റിലേഷൻഷിപ്സും ഉണ്ടാവാം, വണ്ടികളുണ്ടാവും, കാറുണ്ടൊക്കെ. പക്ഷെ അതിനുള്ളൊരു അനുഭവ യോഗം, ത്യാഗേനേവ അമൃതത്വമശ്നുതേ എന്ന് പറയും. ത്യാഗം, നമ്മുടെ സമയം നമ്മൾ ഈശ്വരതുല്യമായിട്ട് ത്യജിക്കുന്നത്, നമ്മളൊരാളിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നത്, പല കാര്യത്തിൽ സമയം സാക്രിഫൈസ് ചെയ്താണ് സക്സസ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും, പല സുഖങ്ങളും സാക്രിഫൈസ് ചെയ്താണ് കുഞ്ഞുങ്ങളുടെ ജീവിതം വളർത്തിയെടുക്കുന്നത്. നമ്മുടെ പ്രൊഫഷൻ അല്ലെങ്കിൽ നമ്മുടെ പാഷൻ സക്സസ് ആക്കിയെടുക്കുന്ന നമ്മുടെ പല വിഷയങ്ങളും, ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും സാക്രിഫൈസ് ചെയ്ത് ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കാര്യം കൂടെ പറയാം. അപ്പോൾ അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ബേസിക്കായിട്ട് നേടിയ ഒരാളാണ് ഞാൻ. അത്യാവശ്യം ഒരു ജോലി കിട്ടാൻ സാധ്യതയുള്ള ആളുമാണ്. അപ്പോൾ അത് അങ്ങനെ പോയി കുറച്ച് കാലം അങ്ങനെയൊക്കെ പോയി ജോലിയൊക്കെ അന്വേഷിച്ച് അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നതിനിടയിൽ ഞാൻ എൻ്റെ ഒരു പാഷൻ ഇതായിട്ട് തിരഞ്ഞെടുത്ത് ഇതിലേക്ക് വരുമ്പം ഒന്ന് ആലോചിച്ച് നോക്കി എത്രത്തോളം ക്രൈസിസ് ഞാൻ ഫേസ് ചെയ്തിരുന്നു. വീട്ടിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും നാട്ടിൽ നിന്നുമൊക്കെ ഞാൻ എത്രത്തോളം ക്രൈസിസ് ഫേസ് ചെയ്യുമെന്ന് ആലോചിച്ച് നോക്കി. ഇന്നും മക്കൾക്ക് എന്ത് ജോലി കിട്ടാം, എന്ത് പ്രൊഫഷൻ തിരഞ്ഞെടുക്കാം എന്ന് ചോദിച്ച അനവധി പേര് വിളിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 25,000 പുറത്ത് കൺസൾട്ടേഷൻ ഞാൻ എടുത്തിട്ടുണ്ട് ഈ 10-15 വർഷം കൊണ്ട്. ഒരാൾ പോലും ഇന്ന് വരെ എന്നോട് ചോദിച്ചിട്ടില്ല എൻ്റെ മകൻ അസ്ട്രോളജർ ആവാനുള്ളൊരു ഭാഗ്യമുണ്ടോ, അല്ലെങ്കിൽ ഒരു പ്രീസ്റ്റായിട്ട് വരാനുള്ളൊരു ഭാഗ്യമുണ്ടെന്നൊക്കെ. അത്രയും വാല്യൂ ഈ ആൾക്കാരൊരു പ്രശ്നം വരുമ്പോൾ സമീപിക്കുമെങ്കിലും അത്രയും വലിയ വാല്യൂ ഉള്ള ഒരു പ്രൊഫഷനൊന്നും അല്ല ഇത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രൊഫഷനല്ല, എനിക്കൊരു പാഷൻ പോലെ ഞാൻ അതിൻ്റെ ഒരു നിരീക്ഷണത്തിന് തിരഞ്ഞെടുക്കുമ്പം സ്വാഭാവികമായിട്ടും ചുറ്റുപാടുകളിൽ എന്ത് പ്രഷർ ഉണ്ടാകുമെന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ആ പ്രഷറിനുള്ളിൽ നിന്ന് നമ്മൾ ഈ എല്ലാം സഹിച്ച് അത് പലതും ത്യജിക്കുന്നത്, ഇതൊന്നും ആ ദുഃഖങ്ങളും വീട്ടിൽ നിന്ന് കിട്ടുന്നതും അല്ല ചുറ്റുപാടുകളിൽ നമ്മൾ പറയുന്നതും നമ്മളെ ഇങ്ങനെ പറയുന്നതൊക്കെ നമ്മൾ ആ എഫേർട്ടെല്ലാം ഇടുന്നത് എങ്ങോട്ടാണ്? നമ്മുടെ പ്രൊഫഷനിലേക്കാണ്. അപ്പോൾ അതൊരു ത്യാഗമാണ്. അപ്പോൾ അത് ത്യജിക്കുന്നതുകൊണ്ടാണ്, ആ സുഖം, ആ കംഫോർട്ട് അത് ബ്രേക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇതിലേക്ക് വരുന്നതും. അത് അങ്ങനെ കയറി വന്നത് കൊണ്ടായിരിക്കാം ഇത് പഠിപ്പിക്കാനും ഇങ്ങനെ സ്വതന്ത്രമായിട്ട് പറയാനുമൊക്കെ. അത് മിക്കപ്പോഴും ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് കയറി വന്നിട്ടുള്ള ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടൊരു വളഞ്ഞ വഴിയിലൂടെ ഒന്നും അല്ലാതെ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് ഏത് മേഖലകളിലാണ്, രാഷ്ട്രീയത്തിലായിക്കോട്ടെ ഏത് മേഖലയിലായിക്കോട്ടെ, കയറി വന്ന ഒരാൾക്ക് ഒരു ത്യാഗ മനോഭാവം, ഒരു സേവന മനോഭാവം ഉണ്ടാകും. കാരണം ഇവർ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുള്ളവരായിരിക്കും. അവരെ കൈത്താങ്ങായിട്ട് എപ്പോഴെങ്കിലും ഈശ്വരൻ്റെ കരസ്പർശം അവർ അറിഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇവരുടെ ഉള്ളിലെല്ലാം, ഇപ്പോൾ നമ്മൾ APJ അബ്ദുൽ കലാമിൻ്റെ ആണെങ്കിലും പലരുടെ ലൈഫിൽ അവരുടെ ഹിസ്റ്ററി വായിക്കും അല്ലെങ്കിൽ അവരുടെ ഓട്ടോബയോഗ്രഫി വായിക്കും, അവർക്കൊരു സ്പിരിച്വൽ ടച്ച് അതിലേക്ക് വരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്
അവിടം തൊട്ട് അത്രയും വലിയ നിലയിലുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ വർഷങ്ങളായിട്ടൊരു നല്ല നാരങ്ങ വെള്ളം കൊടുക്കുന്നൊരു കടയുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. അപ്പോൾ അത് അത്രയും വർഷമായിട്ട്, എനിക്ക് തോന്നുന്നു 10, 45, 50 വർഷമായിട്ട് അതുള്ളൊരു കടയാണ്. ഇപ്പോഴും അതേ രീതിയിൽ പോകുന്ന അത്രയും ആൾക്കാർ. അപ്പോൾ ആ മനുഷ്യൻ്റെ ഒരു ത്യാഗമുണ്ട്, അത് അങ്ങനെ തന്നെ കൊടുക്കണം എന്നുള്ളത്. ഈ പ്രായമായിട്ടും അയാളത് ചെയ്യുന്നു. അപ്പോൾ അവിടെ മുതൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്പിരിച്വാലിറ്റി ഉണ്ട്. വന്ന് രാവിലെ പ്രാർത്ഥിച്ച് എല്ലാം ചെയ്ത് കുറിയൊക്കെ ഒരു ഐശ്വര്യം, ഇപ്പം കാണാൻ നല്ല ഐശ്വര്യമാണ്, പ്രായം അത്രയായി. അപ്പോൾ കുറിയൊക്കെ അടിച്ച് അത് തരുമ്പം നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ അവിടെ മുതൽ ഏത് ഉയർന്ന രീതിയിൽ താഴ്ന്ന ലെവലിൽ നിന്ന്, ആ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് കയറി വന്ന് സക്സസ് ആയിട്ടുള്ള എല്ലാ മനുഷ്യരിലും ഒരു ത്യാഗവും ഒരു സേവനാ മനോഭാവവും ഉണ്ടാവും. അത് ഏത് പ്രൊഫഷൻ്റേതായിട്ടുള്ള കുറേ കെട്ടുപാടുകളിൽ നിൽക്കുമ്പോൾ അവർക്ക് കുറേ നിസ്സഹായത ഉണ്ടാവുമെങ്കിൽ പോലും ഒരു ത്യാഗമനസ്ഥിതിയും ഒരു സേവനാ മനോഭാവം ഉണ്ടാവും. അത് കുടുംബജീവിതത്തിലും ഉണ്ടാവണം എന്നുള്ളതാണ്. അതുണ്ടാവുമ്പം അത് ആത്മീയതയിലേക്കുള്ളൊരു വളർച്ചയാണ്. ഇന്ന് ഞാൻ അടിച്ചു പൊളിച്ച് നടക്കേണ്ട ഈ സമയത്ത് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഹസ്ബൻഡിന് വേണ്ടി ചെയ്യുന്നു, അല്ലെങ്കിൽ ഇന്ന് ഫ്രണ്ട്സുമായിട്ട് കറങ്ങാൻ പോകുന്ന ആ സമയം വീട്ടിൽ വന്ന് ഫാമിലി ടൈം, ഫാമിലിയോടൊപ്പം ഇരിക്കുന്നു, അവർക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. ആ ഒരു ഇതിലേക്ക് വരുമ്പം സ്വാഭാവികമായിട്ടൊരു ത്യാഗവും ഒരു സേവനാമനോഭാവവും വരും. പല കാര്യങ്ങളും, പല കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളും അവിടെ മറക്കുകയും ചെയ്യും. അടുത്തത് ശക്തമായിട്ടുള്ളൊരു സ്പിരിച്വൽ അനുഭവമാണ്. ഏറ്റവും ഉയർന്ന ഒരു ആത്മീയ തലമാണ് അദ്വൈതം എന്ന് പറയുന്നത്. അത് തന്ത്രം പറയുന്ന അദ്വൈതവും വേദം പറയുന്ന അദ്വൈതവും അതുപോലെ തന്നെ ശങ്കരൻ പറയുന്ന അദ്വൈതവും തമ്മിൽ ആശയപരമായിട്ട് ഫിലോസഫിക്കലി അല്ലെങ്കിൽ ഗ്രന്ഥാടിസ്ഥാനത്തിലൊക്കെ കുറച്ച് ഇതുണ്ടെങ്കിൽ പോലും ആത്യന്തികമായിട്ടൊരു തലം പറയുന്നുണ്ട്. ഏറ്റവും ഉയർന്ന ഒരു ആത്മീയ തലം പറയുന്നുണ്ട്. 7ാം ഭാവം നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു അദ്വൈത തലത്തിൽ ഞാനും മറ്റൊരാളും എന്നതിന് അപ്പുറമായി ഞാൻ, എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ, എന്നിൽ നിന്നും അന്യമല്ലാത്ത ഒരാൾ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ മറ്റൊരു പ്രതിഫലനമാണ് എന്നുള്ളതാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുന്നൊരവസ്ഥ. അതൊരു അദ്വൈത ദർശനമാണ്. ശിവശക്തി ഐക്യം, ഞാനും ദേവിയും ഒന്ന് തന്നെയാണെന്ന് ഭഗവാൻ പറയുന്ന, എന്നിൽ നിന്ന് അന്യമല്ലാത്തതൊന്നും ഈ പ്രപഞ്ചത്തിലില്ല എന്ന് വിഭൂതി യോഗത്തിൽ ഭഗവാൻ വിശ്വരൂപ ദർശനത്തിൽ കാണിച്ചു കൊടുത്തിട്ട് വിഭൂതി യോഗത്തിൽ ഓരോന്നും എടുത്തു പറയും. അപ്പോൾ അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വതും എൻ്റെ തന്നെ ആണെങ്കിൽ എൻ്റെ പാർട്ട്ണറും എൻ്റെ ഉള്ളിലെ കർമ്മഫലത്തിൻ്റെ റിഫ്ലക്ഷനാണ് എന്നുള്ള തിരിച്ചറിവ്, എൻ്റെ തന്നെ ഒരു പ്രതിഫലനമാണ് ഞാൻ അവരിലൂടെ കാണുന്നതെന്നുള്ളൊരു തിരിച്ചറിവ്. അതങ്ങനെ അത്ര പെട്ടെന്നൊന്നും എത്തത്തില്ല. നല്ല ഉയർന്ന തലത്തിൽ ഇന്ന് രാവിലെ എണീച്ച് എൻ്റെ ഭാര്യ എൻ്റെ പ്രതിഫലനമാണെന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പോൾ അവിടെ വേറെ വല്ല പ്രശ്നങ്ങൾ ഇടയിലിരിക്കുമ്പോഴായിരിക്കും ഇങ്ങനെ ചെല്ലുന്നത്. 5 മിനിറ്റ് കൊണ്ട് അവരുടെ വായിരിക്കുന്ന കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ രാവിലെ സന്തോഷത്തിൽ കുളിച്ച് എൻ്റെ തന്നെ പ്രതിഫലനമായിട്ടുള്ള ഭർത്താവിൻ്റെ ഒരു കാപ്പിയൊക്കെ ഇട്ടുകൊണ്ട് കൊടുക്കാനായിട്ട് ചെല്ലുമ്പോഴായിരിക്കും പുള്ളി വേറെ മൂഡിലായിരിക്കും, വേറെ ബിസിനസ്സിൻ്റെ ടെൻഷനിലോ അല്ലെങ്കിൽ ജോലിയുടെ ടെൻഷനിലോ ഒക്കെ ആയിട്ട് വളരെ സന്തോഷമായിട്ടിരിക്കുക. ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കും പറയുന്നത്, മൂഡ് അപ്പോഴേ പോകും. അപ്പോൾ രാവിലെ ടോക്സിസിറ്റി സ്പ്രെഡ് ചെയ്യുന്നു. ഞാൻ എത്ര നന്നാവാൻ ശ്രമിച്ചാലും ഈ ടോക്സിക് എൻവയോൺമെൻറ്റിൽ എനിക്കൊരിക്കലും പറ്റില്ല, ഈ മാതിരി ചിന്ത എന്നൊന്നും പറയരുത്. ആ തലത്തിലേക്കൊക്കെ എത്തണമെങ്കിൽ ഒരുപാട് വളരണം, ഒരുപാട് ഉയർന്ന രീതിയിൽ ചിന്തിക്കാൻ കഴിയണം. അപ്പം നമ്മളും പങ്കാളിയും രണ്ടല്ല, ഒന്നാണെന്നുള്ള തിരിച്ചറിവിലേക്കുള്ള, വൺനെസ്സിലേക്കുള്ള യാത്രയാണിത് എന്നുള്ള തിരിച്ചറിവും പങ്കാളിയിലൂടെ ഈശ്വരനെ കാണാൻ സാധിക്കും എന്നുള്ള ഇതിൻ്റെ പൂർണ്ണമായ അവസ്ഥ, അതായത് ഈ ഒരു ജീവിതാനുഭവത്തിലൂടെ ഞാൻ ഈശ്വരനിലേക്ക് എത്താനുള്ള വഴിയാണ് എന്നുള്ള തിരിച്ചറിവ് വരികയും ചെയ്യും എന്നുള്ളതാണ് അദ്വൈത ദർശനം 7ാം ഭാവമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. വൺനെസ് എന്ന് പറയും. ഇതിൻ്റെ ഒരു മോഡേൺ വേർഷനായിട്ട് പല സാധനങ്ങളും കൂടെ കൂട്ടിക്കലർത്തി ടിൻ ഫ്ലെയിം എന്നൊക്കെ പറയുമെങ്കിലും അതിൽ പറയുന്ന പല സങ്കീർണമായിട്ടുള്ള കാര്യങ്ങൾ, അതിൽ പറയുന്നതൊക്കെ വളരെ താഴ്ന്ന തലങ്ങളിലുള്ള കാർമിക് ഡെപ്റ്റുകളുടെ അനുഭവങ്ങളാണ്. അത് ആ വൺനെസ് എന്ന് പറയുന്ന അവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും ഒരു തിരിച്ചറിയലാണ്. ഞാനും എൻ്റെ ചുറ്റുപാടുകളും എല്ലാം എൻ്റെ തന്നെ റിഫ്ലക്ഷനാണെന്ന തിരിച്ചറിവ്.
അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ജ്യോതിഷത്തിലെ 7-ാം ഭാവം എന്ന് പറയുന്നത് വെറും ഒരു വിവാഹ സ്ഥാനം മാത്രമല്ല, വലിയ പൈസയൊക്കെ മുടക്കി സ്വർണ്ണമൊക്കെ ഇട്ട് വലിയൊരു ഓഡിറ്റോറിയത്തിൽ ബുക്ക് ചെയ്ത് ആൾക്കാരെ വിളിച്ച് ഊണൊക്കെ കൊടുക്കുന്ന ഒരു ഫങ്ഷന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം മാത്രമല്ല, അത് നമ്മുടെ അപൂർണതകളെ കണ്ടെത്താനും. ഫങ്ഷനൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യുക. ഒരുപാട് പേര് അതുകൊണ്ട് ജീവിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്, പ്രത്യേകിച്ച് ഫോട്ടോഗ്രാഫേഴ്സ്. അതുപോലെ തന്നെ ഈ പറയുന്ന ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീമുകൾ, ഇവരെല്ലാം ജീവിക്കുന്ന ഇതുകൊണ്ടാണ്. അതുകൊണ്ട് ഒരുപാട് പേരുടെ ജീവിതോപാധിയാണത്. പണ്ട് 1, 2, 3 ദിവസം കൊണ്ടുണ്ടായിരുന്ന പൂജയടക്കം 2, 3 ദിവസം കൊണ്ട് തീർന്നിരുന്ന വേളിയൊക്കെ അല്ലെ വിവാഹം എന്ന് പറയുന്നത് ഇന്ന് 4, 5, 10 ദിവസങ്ങളിലേക്ക് നീളുകയാണ്. അത് ദുബായിലെ ഓണാഘോഷം പോലെയാണ്. അടുത്ത ഓണം വരെ അത് കാണും എന്നതുപോലെ എന്നും ആഘോഷങ്ങളാണ്. അപ്പം ആ ആഘോഷമൊക്കെ നല്ലതാണ്, നന്നായി തന്നെ ഇരിക്കട്ടെ. അതൊക്കെ ആൾക്കാർക്ക് സ്ട്രെസ് റിലീഫിനുള്ള ഒരു ഇവൻ്റായിട്ട് നമുക്കതിനെ കാണുകയും ചെയ്യാം, അതിനെ പോസിറ്റീവായിട്ട് തന്നെ കാണാം. പക്ഷേ വിവാഹം കഴിക്കുന്ന വ്യക്തികൾ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ വെറും ഒരു വിവാഹസ്ഥാനമല്ല 7-ാം ഭാവം ജ്യോതിഷത്തിൽ. അത് നമ്മുടെ തന്നെ അപൂർണതകളെ കണ്ടെത്താനും പഴയ കാർമിക കടങ്ങൾ, കാർമിക് ഡെപ്റ്റ്, ബാഡ് ഡെപ്റ്റുകൾ, അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും വീട്ടി തീർക്കാനും. സ്വർണം കൊണ്ടുള്ള ചങ്ങലയാണെങ്കിലും ഇരുമ്പ് കൊണ്ടുള്ള ചങ്ങലയാണെങ്കിലും ചങ്ങല തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്വർണ്ണ ചങ്ങലയാണെങ്കിൽ ഒരുപാട് സന്തോഷങ്ങളും സുഖങ്ങളൊക്കെ അനുഭവിക്കാം. അതേപോലെ തന്നെ പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ യോഗമുള്ളവരാണെങ്കിൽ അത് നന്നായിട്ടങ്ങ് ആസ്വദിക്കുക, അനുഭവിക്കുക. മോശമാണെങ്കിൽ അത് അങ്ങനെ അനുഭവിച്ചല്ലേ പറ്റൂ. അത് നമുക്ക് മോശം ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ്, നമ്മുടെ കംഫർട്ട് നമുക്ക് അത്ര പിടിക്കാത്തത് കൊണ്ടാണ്. അപ്പം ആ കാർമിക കടങ്ങൾ വീട്ടി തീർക്കാനും ഞാൻ എന്ന ഭാവത്തിൽ നിന്നും നമ്മൾ എന്ന ഭാവത്തിലേക്ക് ഉയരാനും ഒടുവിൽ ആത്മീയമായ ഏകത്വത്തിലേക്ക് വളരാനുമുള്ള ഒരു പാതയായിട്ട് 7-ാം ഭാവത്തെയും 7-ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്ന ദാമ്പത്യ ജീവിതത്തെയും കാണുക എന്നുള്ളതാണ് ഏറ്റവും സമാധാനപരമായ കാര്യവും അത് തന്നെയാണ് സത്യവും. അടുത്ത ക്ലാസ്സിൽ 7-ാം ഭാവത്തിൽ വിവിധ ഗ്രഹങ്ങളിൽ നിന്നാൽ, 7-ാം ഭാവാധിപൻ വിവിധ രാശികളിൽ നിന്നാൽ ഒക്കെ നമുക്ക് നോക്കാം. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.